എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേശം ഇല്ലാ സമയങ്ങൾ. ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേശം ഇല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, സീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ. കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ, കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലോ, കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ. എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 62 സങ്കീർത്തനം 9 വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ്റെ മരണവും കർത്താവിൻ്റെ രണ്ടാം വരവും സമയം ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരുവൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസാനവും നിശ്ചയിച്ചാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആയുസ് എത്ര എന്നത് മാത്രം നാം അറിയുന്നില്ല. ഈ അടുത്ത ദിവസം അറ്റ്ലാന്റയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് വിവാഹ ദിവസം തന്നെ തൻ്റെ തുണയിൽ നിന്ന് വേർതിരിച്ച് നിത്യതയിൽ പോയ സംഭവം ദൃശ്യമാധ്യമങ്ങൾ കൂടിയും സോഷ്യൽ മീഡിയ വഴിയും മിക്കവരും കാണുകയും പൂർണ്ണ വിവരങ്ങൾ അറിയുകയും ചെയ്തതാണ്. ആ കുടുംബാംഗങ്ങളെ എനിക്ക് അടുത്തറിയുവാനും ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. എങ്കിലും വരനെയും വധുവിനെയും നേരിട്ട് അറിയില്ല. വളരെ ഹൃദയഭേദകമായ ഒരു സംഭവമായിരുന്നു ആ അപകടം. അറ്റ്ലാന്റയിലുള്ള മലയാളി സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു. ഞാൻ ഈ വിഷയം ഓർപ്പിക്കാൻ കാരണം ഓരോ മനുഷ്യനും ദൈവം ഒരു ആയുസ് നിർണയിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാകാതെ ആരും ലോകം വിട്ടു പോകുകയില്ല. ഒരേ വാഹനത്തിൽ യാത്ര ചെയ്തവരായിരുന്നു ആ ദമ്പതികൾ. ഹെലികോപ്റ്റർ നിയന്ത്രിച്ച പൈലറ്റും അതിൽ യാത്ര ചെയ്തിരുന്ന വധുവും വരനും. എങ്കിലും വധുവിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം മൂലം ആ യുവതി പരുക്കുകളോട് രക്ഷപ്പെട്ടു. ഇപ്പോൾ തീവ്ര പരിചരണത്തിലാണ് എന്നാണ് അറിയുന്നത്. പാട്ടുകാരൻ പാടിയ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിച്ചാൽ നാം ഒരു നിമിഷം തിരിഞ്ഞ് ചിന്തിക്കണം. ജീവിതം എത്രയോ ക്ഷണികമാണ്. രാവിലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആർക്ക് ഉറപ്പ് പറവാൻ സാധിക്കും ഭവനത്തിൽ മടങ്ങിയെത്തുമെന്ന്. നാം എപ്പോഴും എല്ലാറ്റിനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ഓരോ ശ്വാസത്തിൻ്റെയും ഗ്യാരണ്ടി ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒരു ധനവാൻ പാവപ്പെട്ടവനെ കാണുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചിട്ട് പറയണം, ദൈവമേ, ഞാനൊരു ദരിദ്രനാകാതെ പോയതിനാൽ നന്ദി
പറയുന്നുവെന്ന്. ഒരു പാവപ്പെട്ടവൻ രോഗിയെ കാണുമ്പോൾ ദൈവത്തോട് പറയണം, ദൈവമേ, ഞാൻ രോഗിയായി തീരാഞ്ഞതിനാൽ നന്ദിയെന്ന്. എനിക്ക് സൗഖ്യമുള്ള ശരീരം തന്നതിനാൽ നന്ദിയെന്ന് പറയണം. രോഗിയായ മനുഷ്യൻ മാനസിക രോഗിയെ കാണുമ്പോൾ പറയണം, ദൈവമേ, എൻ്റെ ഈ രോഗം ചികിത്സയിലൂടെ സൗഖ്യമാകും, എന്നാൽ എന്നെ ഒരു മാനസിക രോഗിയാക്കി തീർക്കാഞ്ഞതിനാൽ ദൈവത്തിന് നന്ദിയെന്ന്. എൻ്റെ ബുദ്ധിക്ക് കേടുപറ്റാതെ സൂക്ഷിച്ചതിന് നന്ദിയെന്ന് പറയണം. മാനസിക രോഗിയായ വ്യക്തി ഒരു ശവത്തെ കാണുമ്പോൾ പറയണം, ദൈവമേ, ജീവനോട് എന്നെ സൂക്ഷിച്ചതിനാൽ നന്ദിയെന്ന്. എന്നാൽ ദൈവവചനത്തിൽ പറയും പോലെ മരിച്ചവരും അവനിതിലിറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അതിനാൽ മരണപ്പെട്ട വ്യക്തിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കില്ല. അയ്യാ, നിങ്ങളുടെ മനസ്സിലും ചിന്തയിലുമുള്ള എല്ലാ നെഗറ്റീവ് ചിന്താഗതികളെയും അകറ്റിക്കളഞ്ഞിട്ട് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓരോ ദിവസവും എണ്ണി തുടങ്ങുമ്പോൾ നാം അറിയാതെ തന്നെ പറഞ്ഞു പോകും, ദൈവമേ, ഇത്രയും അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിപ്പാൻ യോഗ്യയാണോ എന്ന്. ഇങ്ങനെയുള്ള ചിന്തകൾ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ജീവിതത്തെ പന്താടുന്ന നിരാശകരമായ ചിന്തകളിൽ നിന്നും വിമുക്തി നേടുവാൻ സാധിക്കും. മാത്രമല്ല, മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള നല്ല ബോധവാന്മാരായി തീരുവാൻ സാധിക്കും. പ്രിയ ശ്രോതാക്കളെ, ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ സമയത്തെ കണ്ടെത്തുക. 62-ാം സങ്കീർത്തനം 9 പറഞ്ഞിരിക്കുന്നത്, സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനവും ഭൂഷ്കുമത്രേ. തുലാത്തിൻ്റെ സട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. നാം അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ ദൈവം അനുവദിക്കണം. ആകയാൽ നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. സൗന്ദര്യത്തിലായാലും ധനത്തിലായാലും കീർത്തിയിലായാലും ഒന്നിലും മനുഷ്യൻ അഹങ്കരിക്കുകയോ മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയോ ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങളുടെ വിരോധിയോട് ക്ഷമ ചോദിക്കുവാൻ പോലുമുള്ള സമയം ലഭിക്കുകയില്ല. ആകയാൽ കഴിവതും എല്ലാവരോടും സമാധാനമായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. നാം പലപ്പോഴും മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ മാത്രമേ ദൈവം എത്രത്തോളം ഭദ്രമായിട്ടാണ് ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്നതെന്ന് ചിന്തിക്കത്തുള്ളൂ. അതിനാൽ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആകയാൽ നാം ഓരോരുത്തരും ഓരോ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ കർത്താവ് ഈ ചെറിയ എന്ത്യാൽ ഏവരെയും ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.